ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ആൻഡ് സ്റ്റിച്ച്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ അളവെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും അത് കാണുക. എന്നിട്ട് പാർട്ട് 2 ആയിട്ട് ഞാൻ നെക്കിന് കുറച്ച് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ ഫ്രണ്ട് നെക്ക് ഫില്ല് ചെയ്യുന്നതും കൂടി കൊടുത്തിട്ടുണ്ട്. അതും കാണാം. എന്നിട്ട് ഇത് പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ ആ 2 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക, എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവും. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് മാത്രമേ വേണ്ടുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാലും മതി കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ കമൻസും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചുരിദാറിന് വേണ്ടി ലൈനിങ് ഒന്നും കട്ട് ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് ലൈനിങ്ങും എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ലൈനിങ്ങെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ലൈനിങ് ഇതാ വെച്ചത് നോക്കിയേ, കുറച്ചൊരു 1/4 ഇഞ്ച് നീക്കിയിട്ട് വേണേ നമ്മുടെ അളവിനുള്ള ടോപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഇത് കോട്ടൻ്റെ ലൈനിങ് അല്ലേ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കോട്ടൺ ആവുന്ന നേരം കുറച്ച് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് ലൈനിങ് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളവ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ 2-3 അലക്കലെല്ലാം അലക്കുമ്പോഴത്തേക്ക് കുറച്ച് തുണി കുറച്ചൊരു ഉള്ളിലേക്കൊരു കുടുങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ലൂസ് വിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. പിന്നെ ഇതാ 2.25 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് ലെങ്ത്തിലാണ് നെക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 ഇഞ്ചാണ് ഒരു സൈഡിൽ എനിക്ക് കിട്ടുന്നത്. 3 വെച്ചാൽ 6 ഇഞ്ച് ടോട്ടലി. ഇപ്പോൾ ഒരു വശമല്ലായിരുന്നു, മടക്കിയിട്ടല്ലേ. അപ്പോൾ 2.25, അപ്പോൾ 4 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോകും. പിന്നെ ഇത് നോക്കിയേ, ഫ്രണ്ടിൻ്റെ കൈ കുഴിച്ച് മുറിച്ചിട്ടില്ല. ഇതാ നല്ല വശവും അടുപ്പിച്ച് വെച്ചതിന് ശേഷം 4 ഇഞ്ച് അകത്തിയിട്ട് നമുക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കേ. എന്നിട്ട് നമുക്കങ്ങ് കുഴിച്ച് കട്ട് ചെയ്യുക. പിന്നെ ലൈനിങ് ഞാനിപ്പോൾ 2 മീറ്ററേ ഇതെടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കൈക്ക് ലൈനിങ് വെക്കുന്നുണ്ട്. അത് ഫുൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഫുൾ തയ്ച്ചിട്ട് കൂട്ടി തയ്ച്ചിട്ട് അതും ഇതങ്ങനെ തന്നെ കുഴിച്ചിട്ട് നമ്മുടെ മറ്റേ അളവിനുള്ളത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ അടിയാളപ്പെടുത്തി കൊടുക്കാം. ഇത് നോക്കിയാൽ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല വശവും നമ്മുടെ ബാക്കിൻ്റെ നല്ല വശമില്ലേ, അതിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂട്ടി വെച്ചതിന് ശേഷം ഇതാ നോക്കിയേ, 4 ഇഞ്ച് വീതിയിൽ നമുക്ക് ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഓരോരോ കട്ട് കൊടുക്കണേ. അങ്ങനെ കട്ട് കൊടുത്തതിന് ശേഷം ലൈനിങ് മാത്രം മേലോട്ടേക്ക് മാറ്റി വെക്കുക. ലൈനിങ് മാത്രമാണ് ഇത് നല്ല വശമാണ് ബാക്കിലെ. എന്നിട്ട് ഫ്രണ്ടിലെ നല്ല വശം ഈ ഷോൾഡറിനോട് കൂട്ടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ലൈനിങ് ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ പിന്നാറ്റം കുത്തി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡർ നമ്മൾ ഇതാക്കില്ല, ഈ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതാണ് ഇത്. അപ്പോൾ ഉള്ളിലേക്ക് എന്നറിയാൻ നമുക്ക് ഈ നല്ല വശം വെച്ച് എന്നിട്ട് മേലെ ലൈനിങ്ങും വെച്ചതിന് ശേഷം 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പുറം ഇപ്പുറം നിങ്ങൾക്ക് ഇത് കറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ബാക്ക് അടിച്ചിട്ട് ഒന്ന് കാണുക, എന്നാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്ന് നോക്കി നമുക്ക് കൈൻ്റെ ലൈനിങ് എല്ലാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ കൈ വെക്കുന്ന നോക്കി, ഇങ്ങനെ ഫ്രണ്ടിൻ്റെ വശം നമ്മൾ നോക്കുക, കുയിൻ്റെ വശം ഏതാണെന്നുള്ള അത് വെച്ചതിന് ശേഷം കറക്റ്റ് അവിടെ വെച്ച് ഇങ്ങനെ മറിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക. ഞാൻ ഇപ്പോൾ പറയുന്നേരം നിങ്ങൾക്ക് പെട്ടെന്ന് ഓടണമെന്നില്ല. സെൻറ്റർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അത് വെച്ചിട്ട് വേണം, സെൻറ്ററിൽ നിന്ന് വേണം ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാറ്റിയതാ ഫുള്ളായിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അവിടെ നിന്ന് നിർത്തിയതിന് ശേഷം ഇപ്പുറം വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ശൈലിയല്ലേ സ്റ്റിച്ച് ചെയ്യുന്നേരം. എന്തോ ഐഡിയാസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ. ചിലവർ കൈ ഫുൾ എന്നറിയാൻ ഈ ടോപ്പ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കൈ വെക്കുക, അങ്ങനെ പല ഇതാണ്. നമുക്ക് കൈൻ്റെ വീതി നോക്കുക കേട്ടോ. എനിക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 6 ഇഞ്ചിനെ അടയാളപ്പെടുത്തി എന്നിട്ട് നമുക്ക് ഇതില്ലേ, നമ്മളിവിടെ എന്നറിയാൻ ഈ മസിൽ റൗണ്ട് എടുത്തിട്ടില്ല, ഇതിൻ്റെ മധ്യത്തിലായിട്ട് മസിൽ റൗണ്ട് എടുക്കുക. അതും എത്ര ഇഞ്ച് എന്ന് വെച്ചാൽ അടയാളപ്പെടുത്തി. പിന്നെ 1.25 ഇഞ്ചല്ലേ ഞാൻ ഈ ഇതെടുത്ത് കൊടുത്തേ, വീതി കൂട്ടിയ അതും നമ്മുടെ ഹിപ്പ് റൗണ്ട് വരെ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം 1.25 ഇഞ്ച് മൊത്തമായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 2 സൈഡിൽ ഇതുപോലെ തന്നെ വരണിട്ട് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തണേ. അങ്ങോട്ട് താഴ്ത്തിയിട്ട് പോകരുത് കേട്ടോ, അവിടെ കട്ടിങ്ങനെ കാണണം. എന്നിട്ട് നോക്കിയേ, 2 സൈഡ് കറക്റ്റ് 1/2 ഇഞ്ച് വീതം ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഈ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നില്ല, കറക്റ്റ് 1/2 ഇഞ്ച് തന്നെ ആയിരിക്കണേ. അപ്പോൾ ഒരിടത്ത് 1/2 ഇഞ്ച് ഒരിടത്ത് 1/4 ഇഞ്ചായ അവിടെ ഇതാവും. എന്നിട്ട് ഈ കോർണറിൻ്റെ ഇവിടെ എത്തുന്നേരം നോക്കിയേ, ഇതിങ്ങനെ കറക്റ്റ് നമ്മുടെ ഈ ഓപ്പണിൻ്റെ കുറച്ച് മേലോട്ട് 1/2 ഇഞ്ച് മേലോട്ടേക്ക് എത്തിയതിന് ശേഷം ആ സൂചി കുത്തിയിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ വന്നിട്ട് അവിടെ സൂചി കുത്തിയിട്ട് താഴോട്ടേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നേരെ നല്ല വശം എടുത്തിട്ട് തറ്റ വെച്ചിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ കറക്റ്റ് ഇത് കോർണർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിർത്തുക. മറ്റേത് 1/2 ഇഞ്ച് മേലല്ലേ, ഇത് കോർണർ നിർത്തിയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് താഴെയും കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതും 1/2 ഇഞ്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള പണി കഴിഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ആക്കി. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.